ഹേസൽവുഡ് എറിഞ്ഞ ബൗൺസറിനെ അപ്പർ കട്ട് ചെയ്ത് ബൗണ്ടറി കടത്തുമ്പോൾ ജയ്സ്വാൾ ഓസ്ട്രേലിയയിൽ തന്നെ കന്നി സെഞ്ചുറി കുറിക്കുകയായിരുന്നു. സുനിൽ ഗവാസ്കർ, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി എന്നിവർക്ക് ശേഷം പെർത്തിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ഏക താരമായി ജയ്സ്വാൾ മാറുകയായിരുന്നു. കരിയറിൽ 15 ടെസ്റ്റിന് ശേഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും അപ്പോൾ ജയ്സ്വാൾ സ്വന്തമാക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം മണിക്കിവികളോട് നാണം കെട്ട ഇന്ത്യയായിരുന്നില്ല ഓസ്ട്രേലിയയിൽ കണ്ടത്. കളിയുടെ സർവ്വമേഖലയിലും ആധിപത്യം പുലർത്തിയ സംഘത്തെയാണ്. ഒന്നാം ഇന്നിംഗ്സിലെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് തീപ്പൊരി ബോളിംഗും രണ്ടാം ഇന്നിംഗ്സിലെ പക്വതയാർന്ന ബാറ്റിംഗ് പ്രകടനവും കൊണ്ട് പരിഹാരം ചെയ്ത് ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയമാണ് സ്വന്തമായത്. ഓസ്ട്രേലിയയെ അവരുടെ തട്ടകത്തിൽ 295 റൺസിനാണ് ഇന്ത്യ തകർത്തത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺസുമായി 4-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസീസിന് 5 റൺസ് കൂട്ടിച്ചേർത്തപ്പോഴേക്കും 4-ാം വിക്കറ്റ് നഷ്ടമായി. ഇതോടെ ആദ്യ സെഷനിൽ തന്നെ വിജയത്തിലെത്താമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചു. എന്നാൽ ട്രാവിസ് ഹെഡ് ഇവിടെയും ഒരിക്കൽ കൂടി ഇന്ത്യക്ക് തലവേദനയായി മാറി. അർദ്ധ സെഞ്ചുറിയുമായി ഹെഡ് പൊരുതിയതോടെ ഇന്ത്യൻ വിജയം പ്രതീക്ഷിച്ചതിലും അല്പം വൈകി. എന്നാൽ മറ്റൊരു നഷ്ടത്തിലേക്ക് പോവാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഹെഡിനെ പുറത്താക്കാൻ ക്യാപ്റ്റൻ ബുംറ തന്നെ ഇറങ്ങി. ഹെഡിന് പുറമെ മിച്ചൽ മാർഷ്, അലക്സ് കാരി, മിച്ചൽ സ്റ്റാർക്ക് എന്നിവരും ഇന്ത്യൻ വിജയം 4-ാം ദിനം 3-ാം സെക്ഷനിലേക്ക് നീട്ടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ 534 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 58.4 ഓവറിൽ 238 റൺസിന് പുറത്തായി. ഒന്നാം ഇന്നിംഗ്സിൽ വെറും 150 ഒതുങ്ങിയെങ്കിലും കണക്കു തീർക്കാൻ കരുതിയായിരുന്നു ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയത്. 104 റൺസിന് ഓസ്ട്രേലിയയെ പൂട്ടിക്കെട്ടി 46 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയായിരുന്നു ഇത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അധിപൻ വിരാട് കോഹ്ലിയും ഭാവിയുടെ വാഗ്ദാനം യശസ്വി ജയ്സ്വാളും ചേർന്ന് വെട്ടിയ വഴിയിലൂടെ പെർത്തിൽ ഇന്ത്യ ഓസീസിന് മുന്നിൽ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഉയർത്തിയത്. വിക്കറ്റ് നഷ്ടമില്ലാതെ 172 റൺസ് എന്ന നിലയിൽ 3-ാം ദിനം കളി ആരംഭിച്ച ഇന്ത്യ ജയ്സ്വാളിന്റെയും കോഹ്ലിയുടെയും സെഞ്ചുറി കരുത്തിൽ 6-ന് 487 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. KL രാഹുലിന്റെ മനോഹരമായ 77 റൺസ് ഇന്ത്യൻ വിജയത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. ആദ്യ ഇന്നിംഗ്സിൽ വരുത്തിയ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ രണ്ടാം ഇന്നിംഗ്സിൽ കരുതലോടെയാണ് കോഹ്ലി തുടങ്ങിയത്. ഓഫ് സ്റ്റമ്പിന് പുറത്തുള്ള പന്തുകൾ ലീവ് ചെയ്തും ഫ്രണ്ട് ഫുട്ബോളിന്റെ ലൈനിൽ നിന്ന് പരമാവധി ഒഴിവാക്കിയും തുടങ്ങിയ കോഹ്ലി ക്രീസിൽ നിലയുറപ്പിച്ചതോടെ ഫ്ലിക് ഷോട്ടും സ്ട്രെയിറ്റ് ഡ്രൈവുകളുമായി റൺ കണ്ടെത്താൻ തുടങ്ങി. ഒടുവിൽ മാർനസ് ലമൂഷന്റെ പന്ത് സ്വീപ് ഷോട്ടിലൂടെ ബൗണ്ടറി കടത്തുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1.5 വർഷത്തോളം നീണ്ടുനിന്ന സെഞ്ചുറി വരൾച്ചയ്ക്ക് അന്ത്യം കുറിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിലേ പിഴച്ചു. 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺസ് എന്ന ദയനീയ നിലയിലായിരുന്നു ഓസ്ട്രേലിയ. 4-ാം ദിവസം തിരിച്ചുവരേറ്റ സാധ്യതകൾ പ്രകടമാക്കിക്കൊണ്ടായിരുന്നു ഓസ്ട്രേലിയ താരങ്ങളുടെ ശരീരഭാഷ. പക്ഷേ ഓസ്ട്രേലിയയിലെ തീപാറും ബൌളിംഗ് പിച്ചിൽ ഇന്ത്യൻ ബൌളർമാർക്ക് ഒരൽപ്പം പോലും പതറിയില്ല. ലോക ക്രിക്കറ്റിലെ അധികായർ എന്ന് വിശേഷിപ്പിക്കുന്ന ഓസ്ട്രേലിയയെ 295 റൺസിന് തകർക്കുവാൻ ഇന്ത്യയല്ലാതെ മറ്റാരാണുള്ളത്? 8 വിക്കറ്റുകൾ വീഴ്ത്തി മുന്നിൽ നിന്ന് നയിക്കുവാൻ ജസ്പ്രീത് ബുംറയെ പോലെ ഒരു നായകനുള്ളപ്പോൾ ഇന്ത്യ തോൽക്കുന്നത് എങ്ങനെയാണ്? പെർത്തിലെ ഐതിഹാസിക ജയത്തോടെ ICC പോയിന്റ്സ് ടേബിളിൽ ഇന്ത്യ വീണ്ടും ഒന്നാമതെത്തി. ഒരു കളിയോ സീരീസോ അല്ല ഇന്ത്യ അളക്കേണ്ട വിധമെന്ന് ഇന്ത്യ വീണ്ടും തെളിയിക്കുകയാണ് ലോകത്തിന് മുന്നിൽ.